അപമാനിക്കപ്പെടുമ്പോൾ കുനിഞ്ഞു കൊടുക്കുന്നതാണ് മാന്യത എന്ന് കരുതിയ മാളവികയുടെ ഉള്ളിൽ ഒരു കനൽ എരിഞ്ഞു തുടങ്ങിയത് ഒരു രാത്രിയിലാണ്. സിദ്ധാർത്ഥ് ഫോണിൽ മറ്റൊരു പെണ്ണിനോട് തന്നെ പരിഹസിക്കുന്നത് അവൾ കേട്ടു. അവൾക്കിപ്പോ ഒരു ഭ്രാന്തിയുടെ രൂപമാണ്, ഒരു മരത്തടി പോലെ വീട്ടിലുണ്ട്. എന്നാ അവന്റെ ചിരി കലർന്ന വാക്കുകൾ കേട്ടപ്പോൾ അവളിലെ പഴയ പെൺകുട്ടി ഉണർന്നു. ഇത്രയും കാലം താൻ സഹിച്ചത് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണെന്ന് കരുതിയായിരുന്നു. പക്ഷേ ഇനിയും സഹിക്കുന്നത് തന്റെ കുഞ്ഞിനോട് ചെയ്യുന്ന നീതികേടാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആദ്യം അവൾ ചെയ്തത് തന്റെ രൂപത്തെയും മനസ്സിനെയും സ്നേഹിക്കാൻ പഠിക്കുക എന്നതായിരുന്നു. അവന്റെ പരിഹാസങ്ങൾ അവൾ പുച്ഛിച്ചു തള്ളി. വീടിനുള്ളിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാതെ അവൾ രഹസ്യമായി തന്റെ പഴയ കഴിവുകൾ പൊടി തട്ടിയെടുത്തു. പഠനകാലത്ത് അവൾക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്ന ഒരു മേഖലയിൽ അവൾ ചെറിയ രീതിയിലുള്ള വർക്കുകൾ ഓൺലൈനായി ചെയ്തു തുടങ്ങി. തന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും മാറ്റിവെച്ച ചെറിയ സമ്പാദ്യങ്ങൾ അവൾക്കൊരു കരുത്തായി മാറി. ഒരു ദിവസം അവന്റെ വീട്ടുകാരോട് അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് സംശയരോഗമല്ല, നിങ്ങളുടെ മകൻ മാന്യനല്ല. തെളിവുകൾ സഹിതം അവൾ സംസാരിച്ചപ്പോൾ അവന്റെ മാനിന്റെ മുഖമൂടി അഴിഞ്ഞു വീണു. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ കയ്യിൽ അവളുടെ കുഞ്ഞു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് ചെയ്തതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഭീരുവിനെ പോലെ ഓടിപ്പോകുകയല്ല അവൾ ചെയ്തത്. മറിച്ച് അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ആ നരകത്തിന്റെ പടിയിറങ്ങുകയായിരുന്നു. അവൾ നേരെ പോയത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്കായിരുന്നു. വാതിക്കൽ തളർന്നു നിൽക്കുന്ന മകളെ കണ്ടപ്പോൾ ആ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവിടെ കാൽക്കൽ വീണ മകളെ അവർ നെഞ്ചോട് ചേർത്തു. മോളെ, ലോകം എന്ത് പറഞ്ഞാലും ഈ വീട് നിന്റേതാണ് എന്ന അച്ഛന്റെ വാക്കുകൾ അവൾക്ക് 1000 സിംഹങ്ങളുടെ കരുത്ത് നൽകി. പിന്നീടുള്ള മാസങ്ങൾ അവളുടെ കഠിനാധ്വാനത്തിന്റെ കാലമായിരുന്നു. തന്റെ കുഞ്ഞിന് നല്ലൊരു ഭാവി ലഭിക്കാൻ അവൾ രാപ്പകൽ അധ്വാനിച്ചു. അവളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ ഒരു നല്ല ജോലി അവൾക്ക് ലഭിച്ചു. ശാരീരികമായും മാനസികമായും അവൾ കൂടുതൽ സുന്ദരിയായി. ആ പഴയ പേടിച്ചു വിറയ്ക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് ബോൾഡായ ഒരു സ്ത്രീയിലേക്കുള്ള അവളുടെ മാറ്റം കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. സിദ്ധാർത്ഥ് പിന്നീട് അവളെ തേടി വന്നുവെങ്കിലും ചവിട്ടിയരച്ച ആ പഴയ മാളവികയെ അവനവിടെ കാണാൻ കഴിഞ്ഞില്ല. നിന്റെ കൂടെയുള്ള ജീവിതം എൻ്റെ ഏറ്റവും വലിയ പാഠമായിരുന്നു, പക്ഷേ എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചില്ല എന്ന് പറഞ്ഞ് അവനെ മടക്കി അയക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വലിയ വിജയം നേടിയ സംതൃപ്തിയായിരുന്നു. ഇന്നവൾ തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി കീഴടക്കുകയാണ്. തൻ്റെ മകളെ വളർത്തുന്നത് മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കരുത്തുള്ള പെൺകുട്ടിയായിട്ടാണ്. വീഴ്ചകളെ തളരാതെ ആ വീഴ്ചയെ തന്നെ ഒരു ചവിട്ടുപടിയാക്കി മാറ്റി അവൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. അവളുടെ ആത്മവിശ്വാസം നിറഞ്ഞ ചിരിയിൽ പഴയ ആ കുറ്റബോധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം താൻ അതിജീവിച്ചു എന്ന വലിയ സത്യം മാത്രമായിരുന്നു. മാളവികയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിജീവിച്ച് കാണിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.